അങ്ങനെ അവധി കഴിയാറായി, നമ്മുടെ വേനൽ അവധി കഴിയാറായി. ഇനിയും 10 ദിവസവും കൂടി, ഏതാണ്ട് 11 ദിവസം കൂടിയേ ഉള്ളൂ സ്കൂളുകളും കോളേജുകളും ഒക്കെ തുറക്കുവാൻ. നിങ്ങളുടെയൊക്കെ അവധി എങ്ങനെ ഇരുന്നു? എനിക്ക് ഈ പറഞ്ഞതുപോലെ വീഡിയോ ഇടാൻ അല്പം താമസം വന്നതിന്റെ കാരണം 2 മഹായജ്ഞങ്ങളിൽ സംബന്ധിക്കുവാനുള്ള മഹാഭാഗ്യം എനിക്ക് ലഭിച്ചു. ഒന്ന് വൈക്കത്തെ, അത് ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടിരുന്നു, വൈക്കത്തെ വടക്കുപുറത്ത് പാട്ട്. രണ്ടാമത് തൃക്കൊടിത്താനം, ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്തെ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പാണ്ഡവീയ സത്രം. ഈ 2 മഹായജ്ഞങ്ങൾ തന്നെയാണ്. ഈ 2 മഹാ ഉത്സവങ്ങളിൽ യജ്ഞങ്ങളിൽ പങ്കെടുക്കാൻ എനിക്കൂടി ഒരു ഭാഗ്യം ലഭിച്ചു എന്നുള്ളത് നന്ദിയോടെ ഞാൻ സ്മരിക്കുകയാണ്. അപ്പൊ ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ ഈ വെക്കേഷനിൽ എനിക്ക് ഏറ്റവും ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. വൈക്കത്തെ വടക്കുപുറത്ത് പാട്ടിനെ കുറിച്ച് എൻ്റെ തുടക്കം ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. ആ ദിവസങ്ങളിൽ മിക്ക ദിവസവും ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ദിവസമൊക്കെ എങ്ങനെയാണ് അതിനെക്കുറിച്ച് വിവരണം തരിക എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓരോ ദിവസവും ദേവിയുടെ അവസാനം കളമെഴുത്ത് പാട്ടുണ്ടായിരുന്നു. ആ പാട്ടിന്റെ അവസാനം ദേവിയുടെ വിഗ്രഹം, ദേവിയുടെ ആ ഒരു ചിത്രം മായ്ച്ചു തുടങ്ങുമ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ചെറിയ വേദനയായിരുന്നു. പക്ഷെ ആ വേദന, ചെറിയ വേദനയുള്ളതെന്ന് വെച്ചാൽ പിറ്റേ ദിവസം ദേവിയെ അവിടെ ഉണ്ടാവുമല്ലോ, ഈ 12 ദിവസവും ദേവി ഉണ്ടാവുമല്ലോ എന്നുള്ള സമാധാനത്തില് അങ്ങനെ ഇരുന്നു. പക്ഷേ 12-ാം ദിവസം ഏപ്രിൽ 13-ാം തീയതിത്തെ കളം മായ്ച്ചപ്പോഴത്തെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഹൃദയം വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അയ്യോ, ദേവി കൊടുങ്ങല്ലൂർക്ക് പോവുകയാണല്ലോ എന്നൊക്കെയുള്ള ഒരു സങ്കടം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മാനുഷിക മൂല്യങ്ങൾ മുഴുവൻ ഉൾക്കൊണ്ട ഒരു ഉത്സവങ്ങളായിരുന്നു, ഒരു യാഗങ്ങളായിരുന്നു ഇത് രണ്ടും. യജ്ഞങ്ങളായിരുന്നു, യാഗമല്ല യജ്ഞം. ഈ രണ്ടും, പാണ്ഡവീയവും അതെ, വടക്കുപുറത്ത് പാട്ടും അതെ. അങ്ങനെ വടക്കുപുറത്ത് പാട്ടിലെല്ലാം സംബന്ധിക്കുവാൻ സാധിച്ചു. വൈക്കത്തപ്പന്റെയും കൊടുങ്ങല്ലൂരമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാണ്. വളരെ ചിട്ടയോടുകൂടി ഒരു നല്ല ഒരു അവിടെയും ഇവിടെയും ഞാൻ കണ്ട പാണ്ഡവീയ മഹാസത്രം മിനിഞ്ഞാന്നാണ് അവസാനിച്ചത്. ഈ 5-ാമത്തെ സത്രമായിരുന്നു. ഇനി അടുത്തത് തൃച്ചിറ്റാറ്റാണ്. ഓരോ പഞ്ചപാണ്ഡവർ ക്ഷേത്ര പ്രതിഷ്ഠിച്ച 5 ക്ഷേത്രങ്ങളിലും ഈ ഓരോ കൊല്ലം പാണ്ഡവീയ സത്രം നടക്കുന്നു. അതിലിപ്പോ അവസാനത്തെ ആയിരുന്നു സഹദേവനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട തൃക്കൊടിത്താനം മഹാവിഷ്ണു ക്ഷേത്രം. അപ്പം ഈ 2 യജ്ഞങ്ങളിലോ ഇല്ല ഈ 2 ഇതിലെ ഉത്സവങ്ങളിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒത്തൊരുമ, അതും ചെറുപ്പക്കാരുടെ. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നത്. ഈ 2 ഉത്സവങ്ങളും നടത്തിയവരുടെ മനസ്സുകൊണ്ട് ഞാൻ പാദം നമസ്കരിക്കുകയാണ് എല്ലാവരെയും. അതില് ഉയർന്ന പദവിയിലിരിക്കുന്ന രക്ഷാധികാരി മുതൽ ഏറ്റവും താഴെ തട്ടിൽ നമ്മുടെ ഈ സത്രത്തിൽ ഞാൻ ഓർക്കുക, അവിടെയും അതേ നമ്മുടെ ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നതിന് ഉള്ള ഗാർഡ്സിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അവര് പോലും വെയിലത്താണെങ്കിലും അവരതെല്ലാം എന്തൊരു കൃത്യതയോടുകൂടി ഈ 2 വൈക്കത്തും ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനത്തും അതുമുതൽ അടുക്കളയിൽ, പിന്നെ റിസപ്ഷൻ കൗണ്ടറിൽ, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് എനിക്കറിയില്ല. എങ്ങനെയാണ് അത് നിങ്ങളോട് വിവരിക്കുക? അന്നദാനത്തിന് പങ്കെടുത്തവരെ, പാത്രം കഴുകുന്നവര്, പിന്നെ റിസപ്ഷനിൽ ഇവരെ സ്വീകരിച്ച് സ്റ്റേജിലേക്ക് കൊണ്ടുവന്ന സത്രവേദിയിലുള്ളവരുടെ ആ ഒരു നിസ്വാർത്ഥമായ സേവനം, പ്രഭാഷകരെ അങ്ങോട്ട് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുപോവുക, ആൾക്കാർക്ക് ആഹാരം കൊടുക്കുന്നതിൽ എല്ലായിടത്തും നമുക്കൊരു അച്ചടക്കം കാണുവാൻ സാധിച്ചു. പിന്നെ രണ്ടാമത്തേത് ഇതാണ്, ഈ യുവജനങ്ങളുടെ ഒരു പങ്കാളിത്തം. നമ്മൾ എല്ലായിടത്തും ചെല്ലുമ്പോൾ അയ്യോ യുവജനങ്ങൾ വരുന്നില്ലേ ഇതിനൊന്നിനും, പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് വടക്കുപുറത്ത് പാട്ടും ഈ തൃക്കൊടിത്താനത്ത് നടന്ന പാണ്ഡവീയ സത്രവും അത് തെറ്റാണെന്ന് തെളിയിച്ചു. ഇനി ഞാനത് പറയുന്നത് ശരിയല്ല. ഞാൻ പല ക്ലാസ്സിൽ പോയോ യുവജനങ്ങൾ ഇങ്ങോട്ട് വരുന്നില്ല, നമ്മുടെ ആധ്യാത്മികതയിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു വിഭാഗം ഈ പാണ്ഡവീയ സത്രത്തിൽ ഞാൻ കണ്ടത് കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വെള്ളം കൊടുക്കുവാനായിട്ട്, ഒന്നിനും നമുക്കൊരു അയ്യോ എനിക്കത് കിട്ടിയില്ല, ഇല്ലെങ്കിൽ അയ്യോ എനിക്ക് അങ്ങനെ ഒന്ന് പറയിപ്പിക്കാൻ അവരിടവരുത്താതെയായിരുന്നു ഈ 2 സ്ഥലങ്ങളിലെയും ഈ യജ്ഞം നടന്നത്. അപ്പൊ അതിന് ഒരു അഭിനന്ദനം ഈ 2 കൂട്ടത്തിലുള്ളവരെയും. വൈക്കം എൻ്റെ സ്വദേശമാണ്, ഞാൻ പറയും. ജന്മനാട്ടിൽ നടന്നത് അഭിമാനത്തോടുകൂടി ഞാൻ പോയി പങ്കെടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ മെയ് 10 മുതൽ ഈ 17 വരെ നടന്ന പാണ്ഡവീയ സത്രവും
ദശാവതാര ചാർത്തും നരസിംഹ ജയന്തിയും എല്ലാം കൂടി ചേർന്നുള്ള ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ എന്തായിരുന്നു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടെ എല്ലാവരും ഒരു വേറൊരു ലോകത്തിലായിരുന്നു. വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് അച്ചടക്കത്തോടുകൂടി വളരെ ചിട്ടയായിട്ട് നടത്തിയ ഈ 2 മഹായജ്ഞങ്ങളുടെ പിറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. അഭിനന്ദനം അർഹിക്കുന്നു, ആശംസിക്കുന്നു, പ്രാർത്ഥനകൾ നേരുന്നു അവർക്ക് വേണ്ടി. കുട്ടികളൊക്കെ ചെയ്ത സേവനം. അതേപോലെ ഇവിടെ പാണ്ഡവീയ സത്രത്തിന് ഒരു ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഈ 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭഗവാന്മാരെയും ഇവിടെ വേദിയിൽ പ്രതിഷ്ഠിച്ചിരുന്നല്ലോ. അങ്ങനെയായിരുന്നു. ഈ 5 പേരും ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം. അപ്പൊ അത് ആ ഭഗവാന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന ആ ഒരു രഥ ഘോഷയാത്രയുടെ മുൻപിലെ ഘോഷയാത്ര, കലാരൂപങ്ങൾ, എല്ലാത്തിനും നമുക്കൊരു പുതുമയായിരുന്നു തൃക്കൊടുത്താനത്ത് നടന്നത്. 2 വടക്കുപുറത്തുപാട്ട് വേറൊരു പ്രത്യേകതയായിരുന്നു. ദേവിയുടെ കളം വരച്ചിട്ട് കളമെഴുത്തുപാട്ടും അതിൻ്റെ കൂടെ വേറെ കലാരൂപങ്ങളുടെ പ്രദർശനവും ഒത്തിരി കലാകാരന്മാർ വന്ന് അവരവർക്കറിയാവുന്ന കലകൾ അവിടെ പ്രദർശിപ്പിക്കുകയും സംഗീതവും നൃത്തവും എല്ലാം അങ്ങനെയായിരുന്നു വൈക്കത്ത്. ഇവിടെയും അങ്ങനെയുള്ള പല കലാപരിപാടികളും രാത്രിയിലുണ്ടായിരുന്നു. അപ്പൊ ഈ 2 ഉത്സവങ്ങളും നമ്മുടെ കേരളത്തിന് ഇവ യുദ്ധസമയമായിരുന്നു. യുദ്ധത്തിന്റെ നമ്മുടെ ഭാരതം ഒരു വളരെ പ്രതിസന്ധി ഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഇത് 2ഉം നടന്നത്. അപ്പോൾ അന്നൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന നമ്മുടെ അതിർത്തിയിൽ നമ്മളെ കാത്ത് ഉറക്കളിച്ചിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് കൂടി വേണ്ടിയായിരുന്നു. ഇവിടെ സത്രത്തിന്റെ അന്ന് തമ്പുരാട്ടിയമ്മ തിരുവനന്തപുരത്തു നിന്ന് വന്ന് അമ്മ പ്രത്യേകം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ അതിർത്തിയിലെ നമ്മളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്, നമ്മളെ കാത്തുരക്ഷിക്കുന്ന. ഇങ്ങനെയൊക്കെ നമ്മൾക്ക് ഈ മഹാ ഉത്സവം നടക്കുവാൻ നമ്മളെ സഹായിക്കുന്നത് അവരും കൂടിയാണ് എന്ന് പറഞ്ഞ് അതും ഒരു പ്രാർത്ഥനയായിട്ട് എല്ലാവരും എടുത്തിരുന്നു. ഇങ്ങനെ അതിലൊരു ചെറിയ രീതിയിൽ എനിക്കും പങ്കെടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നുകൂടി മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ആ വേദിയിൽ ഒന്ന് നിൽക്കാൻ കഴിഞ്ഞത് എന്താ മുജ്ജന്മ സുഹൃതം, എൻ്റെ മാതാപിതാക്കൾ തന്ന അനുഗ്രഹം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. വൈക്കത്തപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്തും. കാരണം അങ്ങനെയൊക്കെയുള്ള ഒരു വലിയ വേദിയിൽ വലിയ വലിയ പ്രഭാഷകർ ആയിരുന്നു അവിടെ വന്നിരുന്നത്. അക്കൂട്ടത്തിൽ എനിക്കും കൂടി ഒരു അവസരം തന്ന ഈ തൃക്കൊടുത്താനത്തിലെ ഈ പാണ്ഡവീയ സത്ര സമിതിയിലെ എല്ലാവരോടുമുള്ള സ്നേഹവും കൂടി ഞാൻ ഈ സമയത്ത് അറിയിക്കുകയാണ്. എല്ലാവരെയും അവിടെ 51 ദിവസമായിട്ട് നാരായണീയ പാരായണം നടക്കുകയായിരുന്നു ഇവിടെ. അതിനെയൊക്കെ അച്ചടക്കത്തോടുകൂടി അത് നടത്തിയവരുടെ ആ ഒരു ആത്മാർത്ഥത ശ്ലാഘനീയമാണ്, നിസ്സാരമാണ്. ഓരോ സ്ഥലത്തും നിന്ന് കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള നാരായണീയ സമിതിക്ക് പ്രത്യേക സമയം അലോട്ട് ചെയ്തിട്ട് അവർ വന്ന് അവരുടേതായിട്ടുള്ള നാരായണീയ പാരായണം നടത്തുക. അതിൻ്റെ കൂടെ മെയ് 11-ാം തീയതി നരസിംഹ ജയന്തിയുടെ അന്ന് മെഗാ നാരായണീയ പാരായണമായിരുന്നു. അതൊക്കെ എത്ര ചിട്ടയോടുകൂടിയായിരുന്നോ അവര് ചെയ്തിരുന്നത്. മാതൃസമിതിയും എല്ലാവരും ഒരുമിച്ച് സംഘാടക സമിതിയുടെ കൂടെ ഒപ്പം നിൽക്കുകയായിരുന്നു മാതൃസമിതിയും. അത് പറയാതെ വയ്യ. ഇവിടുത്തെ ആ അമ്പലത്തിന്റെ ചുറ്റുവട്ടിനുമുള്ള അമ്മമാരും കുട്ടികളും ഒക്കെ ചെയ്തിട്ടുള്ള സേവനം ഈ സംഘാടകരോടൊപ്പം നമുക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിന്റെ തെളിവ് എന്താണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഇതിൽ നിന്നൊക്കെ ഉള്ള ഒരു പാഠം എന്താന്ന് പറഞ്ഞാൽ, ജാതിയോ മതമോ നമ്മുടെ സമ്പത്തോ വലിപ്പ ചെറുപ്പമോ ഒന്നുമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ മനുഷ്യരെന്നുള്ള ഒരു മനുഷ്യത്വം, സ്നേഹം, ഈ 2 വികാരങ്ങൾ ഒരുമിച്ച് ചേർന്നതാണ് ഇവിടെ ഈ 2 സ്ഥലത്തും ഞാൻ കണ്ടത്. ഒരിടത്തും ജാതിയും പറഞ്ഞില്ല, രാഷ്ട്രീയവും പറഞ്ഞില്ല. ഇവിടെ നമുക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങിയ ഈ 2 കാര്യങ്ങളാണല്ലോ ഇപ്പൊ കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ ഒരിടത്ത് ജനിച്ചു, അത് നമ്മളല്ല അതിന്റെ കാരണക്കാരി, ഈശ്വരനാണ്. നമ്മൾ എവിടെയോ ജനിച്ചു, ആ ജനിച്ചിടത്ത് നിന്ന് നമ്മൾ ഉയരാൻ ശ്രമിക്കാതെ നമ്മൾ ആ ജനനത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതൊന്നും ഇവിടെ രാഷ്ട്രീയമാണേലും നമ്മൾ വിശ്വസിക്കുന്ന ആദർശങ്ങളിൽ അതിൽ നിൽക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാതെ നമ്മുടെ ആദർശങ്ങളിൽ നമ്മൾക്ക് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് രാഷ്ട്രീയത്തിൽ. എനിക്ക് എല്ലാ രാഷ്ട്രീയക്കാരോടും ഞാൻ ഒരേപോലെയാണ് പങ്കിടുന്നത്. എനിക്ക് പ്രത്യേകിച്ച്
ആര് നന്മ ചെയ്യുന്നു അവരെ തൊഴുക. അതിലിപ്പോ പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. അപ്പൊ ഇതൊന്നും ഇവിടെ ബാധകമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു സത്രത്തിന്റെയും വടക്കുപുറത്ത് പാട്ടിന്റെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം നിങ്ങളെ ഒന്ന് അറിയിക്കുക. പിന്നെ പലരും എന്നോട് ചോദിച്ചു, ടീച്ചറെ ഇപ്പൊ ശ്രീദീപം സ്റ്റാർസ് കാണുന്നില്ലല്ലോ, ഇവിടെ ഈ 2 സ്ഥലത്തും എന്നോട് പലരും വന്നയോ ശ്രീദീപം സ്റ്റാർസിലെ ടീച്ചർ അല്ലേ എന്ന് വന്ന് എന്നോട് ചോദിച്ചു. അതൊരു വലിയ അംഗീകാരം തന്നെയാണ് ഭഗവാനെ. ഒന്നുകൂടി നമ്മള് തല കുനിക്കുവാനുള്ള ഒരു അംഗീകാരമാണത്. ഒന്നുകൂടി നീ എളിമയോടുകൂടി ഇനിയും ജീവിക്കണം എന്നുള്ള അനുഗ്രഹമാണ് ഭഗവാന്റെ. ഇങ്ങനെയുള്ള നമുക്ക് കിട്ടുന്ന ഈ ഒരു സ്നേഹം ടീച്ചർ ചെയ്യണം കേട്ടോ. ഈയിടെ മിനിഞ്ഞാന്നാണെങ്കിലും ലാസ്റ്റ് ഡേ രാത്രിയില് ഭഗവാന്മാരൊക്കെ വിട പറയുന്ന സമയമുണ്ട്, വൈക്കം ഷാജിയുടെ നാദസ്വരം. അപ്പൊ അതിലൊക്കെ എല്ലാരും കരയായിരുന്നു. ഭഗവാന്മാർ ഓരോരുത്തരത്തേക്ക് 4 സ്ഥലത്തേക്കും പോകുമ്പോൾ സങ്കടം വരുമായിരുന്നു. വൈക്കത്തപ്പനും ഉദയനാപുരത്തപ്പനും വിട പറയുന്ന രംഗമൊക്കെ ആയിരുന്നു എല്ലാവർക്കും ഓർമ്മ വന്നത്. ആ രാഗമൊക്കെയാണ് ഇവിടെ ഷാജി വായിച്ചത്. അപ്പം ആ സമയത്ത് അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോരാൻ നേരത്തെ എന്നോട് ചോദിച്ചു, ടീച്ചർ ഇങ്ങനെ ശ്രീദീപ സ്റ്റാസിലെ അല്ലേ, ടീച്ചറെ മുടങ്ങരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും നമ്മൾ പറയുന്നത് കൊണ്ട് പറയുന്നത് കേൾക്കുവാൻ കാതുകളുണ്ട് എന്നുള്ളത് ഒരു വലിയ സന്തോഷവും സമാധാനവും തരുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഇനിയും നമുക്ക് മുടങ്ങാതെ ഇത് മുൻപോട്ട് പോകുവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സ്കൂളുകൾ തുറക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഒരു പുതിയ ഒരു വിദ്യാഭ്യാസ വർഷം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ജീവിതം മുൻപോട്ട് പോകാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവരുടെ കൂടെ നിൽക്കാം. സന്തോഷം, സ്നേഹം.